നമസ്കാരം. ലോകശക്തിയാകാനുള്ള ഇന്ത്യയുടെ സമാനതകളില്ലാത്ത കുതിപ്പിനെക്കുറിച്ചും മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിൽ നടത്തിയ വികസന പ്രക്രിയകളെക്കുറിച്ചും ലളിതമായ ഉദാഹരണങ്ങളിലൂടെ വിവരിക്കുന്ന പൽക്കി ശർമ്മയുടെ ഓക്സ്ഫോർഡിലെ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഇന്ത്യ എങ്ങനെയെല്ലാമാണ് ലോകശക്തിയായി ഉയർന്നത് എന്നതിന് സ്ഥിതിവിവരക്കണക്കുകളും ഉദാഹരണങ്ങളും അവർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. firstpost.comന്റെ മാനേജിംഗ് എഡിറ്ററാണ് പൽക്കി ശർമ്മ. ഓക്സ്ഫോർഡ് നഗരത്തിലെ അന്താരാഷ്ട്ര പ്രശസ്തമായ സംവാദ വേദിയാണ് ഓക്സ്ഫോർഡ് യൂണിയൻ. ഇവിടെയാണ് പൽക്കി ശർമ്മ ഇന്ത്യയുടെ 10 വർഷത്തെ മാറ്റങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചത്. ഓക്സ്ഫോർഡ് യൂണിയൻ പങ്കുവച്ച പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വീഡിയോ പങ്കുവച്ച് പൽക്കി ശർമ്മയെ അഭിനന്ദിക്കാനെത്തി. 10 വർഷത്തെ മോദി ഭരണത്തിൽ എങ്ങനെയെല്ലാമാണ് ഇന്ത്യ മാറിയതെന്ന് പൽക്കി ശർമ്മ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായാണ് വിവരിച്ചത്. ഡൽഹി എയർപോർട്ടിൽ ഉണ്ടായ ഒരു അനുഭവം വിവരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ വികസനം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എത്രത്തോളം നടന്നു എന്ന് പൽക്കി തന്റെ പ്രസംഗത്തിൽ വിവരിച്ചത്. സാധാരണക്കാരായ 2 പേർ രണ്ടിടത്ത് കരിക്കും പഴവർഗ്ഗങ്ങളും വിൽക്കുന്നുണ്ട്. അതും വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും 2 പേരും QR കോഡ് വെച്ചിട്ടുണ്ട്. വാങ്ങുന്നവർ QR കോഡ് സ്കാൻ ചെയ്ത് പണം നൽകണം. ഈ അനുഭവം ഇന്ത്യയുടെ മാറ്റം സൂചിപ്പിക്കുന്നു. ഈ 2 കച്ചവടക്കാർക്കും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് QR കോഡ് വഴി പണം വാങ്ങാൻ കഴിയുന്നത്. അതായത് അവർ 2 പേരും ഇന്ത്യയുടെ ബാങ്കിംഗ് ശൃംഖലയിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരാണെന്ന് അർത്ഥം. അതുപോലെ ഇന്ത്യയിലെ മൊബൈൽ ഉപയോഗവും താഴെ തട്ടിലേക്ക് കൂടി കടന്നു കയറിയിരിക്കുന്നു. ഇത് വലിയ മാറ്റമാണ് പൽക്കി വിവരിക്കുന്നു. ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യമെടുക്കാം. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗം 15 വർഷം മുൻപ് 15% മാത്രമായിരുന്നു. ഇന്നത് 48%. അതുപോലെ എയർ ട്രാഫിക്കിന്റെ കാര്യമെടുക്കാം. 9 വർഷം മുൻപത്തെ 6.7 കോടിയിൽ നിന്നും ഇന്നത് ഇരട്ടിയിലധികമായി. ഇതിനർത്ഥം മോദിയുടെ ഇന്ത്യ ശരിയായ പാതയിലാണ് എന്നാണ് പൽക്കി ശർമ്മ പറഞ്ഞു. ഞാൻ പല ഇന്ത്യകളെയും കണ്ടിട്ടുണ്ട്. ആവേശകരമായ നയങ്ങളും സ്ഥാനങ്ങളും ഉപേക്ഷിച്ചിരുന്ന ഒരു ഇന്ത്യ, സ്വയം സംശയിച്ചിരുന്ന ഒരു ഇന്ത്യ, ആഗോള അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഇന്ത്യ. എന്നാൽ ഇന്ന് ഇന്ത്യയിലേക്ക് ലോകം നേതൃത്വത്തിനും പ്രചോദനത്തിനും ഉറ്റുനോക്കുന്നു. ഇന്ന് ഇന്ത്യക്കാർ സ്വയം നാട്ടിൽ അഭിവൃദ്ധിയുള്ളവരാണ്. അതിനാൽ വിദേശത്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവർ മുന്നേറുന്നു. ലണ്ടനിലെ ഇമിഗ്രേഷൻ കൗണ്ടറിൽ അഭിമാനത്തോടെ ഇന്ത്യക്കാർ പാസ്പോർട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലേതുപോലെ സംശയങ്ങളോ അസ്വസ്ഥതകളോ ഇന്ത്യക്ക് ഇന്നില്ല. അതേസമയം ബോളിവുഡ്, മസാല ചായ, യോഗ, ക്രിക്കറ്റ് ഇതെല്ലാം ഇന്ത്യയുടെ സോഫ്റ്റ് പവറിന് ഉദാഹരണങ്ങളാണ്. ഇന്നത്തെ ഇന്ത്യ ഭീകരവാദമോ ചതിയോ ക്ഷമിക്കുന്ന ഭീരുവായ ജനാധിപത്യ രാജ്യമല്ല ഇന്നത്തെ ഇന്ത്യ. പാക് ഭീകരർ കശ്മീരിലെ പുൽവാമയിൽ ആക്രമണം നടത്തിയപ്പോൾ പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. ഇന്നത്തെ ഇന്ത്യ ദുർബല രാജ്യമല്ല, ഒരു ലോകശക്തിയാണ്. സ്വദേശത്തു നിന്നുള്ള വളർച്ചയിൽ നിന്നാണ് ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായത്. ഇന്ത്യ എന്ന ക്ഷേമരാഷ്ട്രം എന്ന സംവിധാനം പരിശോധിക്കാം. 10 കോടി പുതിയ ഗ്യാസ് കണക്ഷനുകൾ, 47 കോടി ബാങ്ക് അക്കൗണ്ടുകൾ, 22 കോടി ഇൻഷുറൻസ് ഗുണഭോക്താക്കൾ, ഇതെല്ലാം ഇന്ത്യയിൽ ഇന്നുണ്ട്. ഇതൊന്നും പുതിയതല്ല. പക്ഷേ ഇതിനോടുള്ള സമീപനം മാറിയിരിക്കുന്നു. കൂടുതൽ പണം പോക്കറ്റിലാക്കുക എന്നതല്ല, ജനങ്ങളെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 2014 നിന്നും 56,000 രൂപയിൽ നിന്നും 1,72,000 ഉയർന്നു. അതിന് കാരണം പണപ്പെരുപ്പം കുറഞ്ഞതാണ്. 9 വർഷം മുൻപ് 8% പണപ്പെരുപ്പം ഇന്ന് 6% താഴെയാണ്. വിദേശത്തു നിന്ന് നേരിട്ടുള്ള നിക്ഷേപവും വിദേശ വ്യാപാരവും ഏറ്റവും ഉയർന്ന നിലയിലാണ്. വളർച്ചയുടെ ലക്ഷണം കണക്ടിവിറ്റിയാണ്. അത് ബ്രിട്ടീഷുകാരോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഇന്ത്യയെ കോളനിയാക്കിയപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്തത് റോഡുകളും റെയിൽവേ ലൈനുകളും പണിയുകയായിരുന്നു. അതായത് UK-യിലാണ് ഈ പ്രസംഗം എന്നതിനാലാണ് ഈ ഉദാഹരണം പൽക്കി പറഞ്ഞത്. 2 ഇന്ത്യകളുടേതായിരുന്നു ഞങ്ങളുടെ കഥ. ഒന്ന് തിരക്കേറിയ അർബൻ ഇന്ത്യ, മറ്റേത് മന്ദഗതിയിലുള്ള ഗ്രാമീണ ഇന്ത്യ. ഞങ്ങൾ കണക്ടിവിറ്റിയിലൂടെ ഈ 2 ഇന്ത്യകളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. ദിവസേന ഞങ്ങൾ 38 കിലോമീറ്ററിലധികം ഹൈവേ നിർമ്മിക്കുന്നു. ഇത് 7 വർഷം മുൻപുള്ളതിനേക്കാൾ ഇരട്ടിയാണ്. 2014 അപേക്ഷിച്ച് എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയായി, സീപോർട്ടുകളുടെ ശേഷി ഇരട്ടിയായി. ഈ കണക്ടിവിറ്റിയാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത്.